നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഷെക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. സംരംഭകർക്ക് ഓൺലൈൻ വഴി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിശീലനം ആരംഭിച്ചു. ചാന്ദ്രദിനത്തിൽ കുട്ടികൾ ക്ലാസ് എടുക്കും. മത്തിക്ക് 400 രൂപ, കോഴിയിറച്ചിക്ക് 280 രൂപ. അടുക്കള ചെലവ് കുത്തനെ ഉയരുന്നു. എന്തു ചെയ്യും സർക്കാർ? കൂടാളിയിൽ വാഹനാപകടം. കാർ മരത്തിലിടിച്ച് 2 മലയാളികൾ ഉൾപ്പെടെ 4 മരണം. സുഹൃത്തിന് കരൾ പകുതി നൽകി പ്രേംശങ്കർ. മാറ്റിവെച്ചയാളിൽ കരൾ പ്രവർത്തിച്ചു തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. വിഖ്യാത ഗായിക എസ് ജാനകി 88 അന്തരിച്ചു. മൈസൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം. 17 ഭാഷകളിൽ ഗാനം ആലപിച്ച അതുല്യ ഗായികയാണ്. തെന്നിന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്ന ജാനകി കന്നഡ, മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, ജപ്പാനീസ്, അറബിക്, ജർമ്മൻ, സിംഹള തുടങ്ങി 17 ഭാഷകളിലായി 50,000-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് കന്നഡ, മലയാളം എന്നീ ഭാഷകളിലാണ്. 1938 ഏപ്രിൽ 23 എസ് ജാനകിയുടെ ജനനം. പിന്നീട് 6 പതിറ്റാണ്ടുകാലം ദക്ഷിണേന്ത്യൻ സംഗീതത്തിലെ പകരക്കാരില്ലാത്ത ഗായികയായി എസ് ജാനകി തുടർന്നു. സംഗീത രംഗത്തെ അത്ഭുതം എന്ന് നിരവധി പ്രഗത്ഭർ വിശേഷിപ്പിച്ചിട്ടുള്ള ഗായികയാണ് വിടവാങ്ങിയത്. മലയാളത്തിൽ 1200-ഓളം പാട്ടുകൾക്ക് ജീവൻ നൽകി. തുമ്പിവാ തുമ്പക്കുളത്തിൽ, ആടിവാ കാറ്റെ, കിളിയെ കിളിയെ, തേനും വയമ്പും, നാദാ നീ വരും തുടങ്ങിയ ജാനകിയുടെ പാട്ടുകളെല്ലാം തന്നെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളാണ്. സുഹൃത്തിന് കരൾ പകുതി നൽകി പ്രേംശങ്കർ. മാറ്റിവെച്ചയാളിൽ കരൾ പ്രവർത്തിച്ചു തുടങ്ങി. തൃശൂർ. പ്രേംശങ്കറിന്റെ കരൾ ഇനി സുഹൃത്തിൽ തുടിക്കും. സുഹൃത്തിന് കരൾ പകുതി നൽകിയ ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് പ്രേംശങ്കറിനെ വാർഡിലേക്ക് മാറ്റി. കരൾ മാറ്റിവെച്ചയാളിൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്നും ആരോഗ്യസ്ഥിതി സുരക്ഷിതമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. കരൾ സ്വീകരിച്ച സുഹൃത്തിനെ പ്രേംശങ്കർ സന്ദർശിച്ചു. വ്യാഴാഴ്ച കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. കരൾ നൽകാൻ പ്രേംശങ്കറിന് റോബോട്ടിക് സർജറിയാണ് നടത്തിയത്. നെഞ്ചിനു താഴെ 4 ദ്വാരമിട്ട ശേഷം 60% ലിവർ മുറിച്ച ശേഷം അടിവയറിൽ 13 സെന്റിമീറ്റർ മുറിവുണ്ടാക്കി പുറത്തേക്ക് എടുക്കുകയായിരുന്നു. വ്യാഴം രാവിലെ 8-ന് തുടങ്ങിയ ശസ്ത്രക്രിയ കഴിഞ്ഞ് ബോധം വീണ്ടെടുത്ത് രാത്രി 10-നാണെന്ന് പ്രേംശങ്കർ പറഞ്ഞു. ശസ്ത്രക്രിയയുടെ ഭാഗമായി വയറിൽ ഉണ്ടാക്കിയ മുറിവിൽ ചെറിയ വേദനയുണ്ടെന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയണമെന്നായിരുന്നു ആദ്യം ഡോക്ടർ അറിയിച്ചിരുന്നത്. എന്നാൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ 2-ാം ദിനം വാർഡിലേക്ക് മാറ്റി. കരൾ സ്വീകരിച്ചയാൾ 2 ആഴ്ചയോളം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയും. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം 3 മാസം വീട്ടിൽ അതീവ ശ്രദ്ധയോടെ കഴിയണം. വലിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പ്രേംശങ്കറിന്റെ കരൾ സുഹൃത്തിന് പകുത്തു നൽകാനുള്ള ശസ്ത്രക്രിയ നടന്നത്. മനുഷ്യ സ്നേഹത്തിന്റെ പുതിയ ലോകം സൃഷ്ടിക്കാനായി പ്രേംശങ്കർ നടത്തിയ പരിശ്രമമാണ് കോടതി ഇടപെടലിൽ ഫലം കണ്ടത്.
രക്തഗ്രൂപ്പ് വ്യത്യസ്തമായതിനാലും ശാരീരിക പ്രശ്നങ്ങളും കാരണം രോഗിയുടെ ബന്ധുക്കൾക്ക് കരൾ നൽകാൻ കഴിയാതെ വന്നപ്പോഴാണ് ജീവൻ രക്ഷിക്കാൻ പ്രേംശങ്കർ തയ്യാറായത്. ജൂലൈ 2-നായിരുന്നു ആദ്യം ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കരൾ ദാനം ചെയ്യാനുള്ള അപേക്ഷ ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റി നിരസിച്ചു. തുടർന്ന് ഹൈക്കോടതി വഴി നിയമപോരാട്ടം നടത്തിയാണ് പ്രേംശങ്കർ അവയവം ദാനം ചെയ്യാനുള്ള അവകാശം നേടിയെടുത്തത്. ഹൈക്കോടതി റിപ്പോർട്ട് തേടിയതോടെയാണ് കെസോട്ടോ ശനിയാഴ്ച അനുകൂല തീരുമാനമെടുത്തത്. കൂടാളിയിൽ വാഹനാപകടം. കാർ മരത്തിലിടിച്ച് 2 മലയാളികൾ ഉൾപ്പെടെ 4 മരണം. കണ്ണൂർ കൂടാളിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ഒരാളെ ഗുരുതരാവസ്ഥയിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 മലയാളികളും 2 ഉത്തർപ്രദേശ് സ്വദേശികളുമാണ് മരിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം സംഭവിച്ചത്. അപകടം വീട്ടിലെത്തിക്കാൻ അരമണിക്കൂർ മാത്രം അവശേഷിക്കെ വിവാഹത്തിന്റെ മുന്നോടിയായുള്ള ആഘോഷ പരിപാടികൾക്കായി പുറപ്പെട്ട സംഘത്തിലെ പരംഛേത്രി, ഹർഷ്, റിസ്വാൻ, ഷാൻ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിലേക്ക് അതിശക്തമായി ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. തന്റെ അടുത്ത ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കർണാടക സ്വദേശികളായ 4 കൂട്ടുകാരുമൊത്താണ് അലവിൽ സ്വദേശിയായ ഷാൻ ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടത്. കൂട്ടുകാർക്കൊപ്പം സന്തോഷത്തോടെയുള്ള യാത്രയാണ് വീട്ടിലെത്താൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദുരന്തത്തിൽ കലാശിച്ചത്. മരത്തിലിടിച്ച് തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് 5 പേരെയും പുറത്തെടുത്തത്. വിവാഹാഘോഷത്തിന് അണിയാനുള്ള വസ്ത്രങ്ങളടക്കം കാറിൽ ചിതറിക്കിടക്കുന്നത് കണ്ണീർ കാഴ്ചയായി. അപകട വിവരം അറിഞ്ഞ് അർദ്ധരാത്രി 12:30ഓടെയാണ് വിവാഹ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ഒട്ടേറെ വാഹനങ്ങളിലായി ചാലയിലെ BMH ആശുപത്രിയിലേക്ക് എത്തിയത്. കൂടെ അപകടത്തിൽപ്പെട്ടവരുടെ പേരുവിവരങ്ങളും മറ്റും ബന്ധുക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല. പഠനം പൂർത്തിയാക്കി 2 മാസം മുൻപാണ് ഷാനും കൂട്ടുകാർക്കും ബംഗളൂരുവിലെ വിവിധ കമ്പനികളിൽ ജോലി കിട്ടിയത്. ഇവരെല്ലാം ഒരേ കോളേജിലാണ് പഠിച്ചത്. ജോലി കിട്ടിയ ശേഷം കൂട്ടുകാർക്കൊപ്പമുള്ള കൂടിച്ചേരലും ഒന്നിച്ചുള്ള യാത്രയുമാണ് ദുരന്തത്തിലേക്ക് വഴിമാറിയത്. മത്തിക്ക് 400 രൂപ, കോഴിയിറച്ചിക്ക് 280 രൂപ. അടുക്കള ചെലവ് കുത്തനെ ഉയരുന്നു. എന്തു ചെയ്യും സർക്കാർ? മത്തിക്കും ചിക്കനും വില കുത്തനെ ഉയരുന്നു. 1 കിലോ മത്തിക്ക് 400 രൂപ വരെയും കോഴിയിറച്ചിക്ക് 280 രൂപയും കോഴിക്ക് 180 മുതൽ 190 രൂപ വരെയും വിലയായതോടെ അടുക്കള ബജറ്റിൽ ചെലവ് കുതിക്കുകയാണ്. ട്രോളിംഗ് നിരോധനത്തെ തുടർന്നുള്ള ലഭ്യത കുറവും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമാണ് മത്തി വില ഉയർത്തുന്നത്. കോഴിത്തീറ്റയുടെയും കോഴിക്കുഞ്ഞുങ്ങളുടെയും വില വർധനയാണ് ചിക്കൻ വില കുതിച്ചുയരാൻ കാരണം. മത്സ്യ മാർക്കറ്റുകളിലും തുറമുഖങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലായി മത്തിയുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും ആവശ്യത്തിനു മത്തി ലഭിക്കാത്ത സാഹചര്യമാണ്. ലഭിക്കുന്ന മീനിനാകട്ടെ ഉപഭോക്താക്കൾക്ക് ഉയർന്ന വില നൽകേണ്ടി വരുന്നു. കുറച്ചു വർഷങ്ങളായി 10 മുതൽ 12 വരെ സെന്റിമീറ്റർ മാത്രം നീളമുള്ള ചെറിയ മത്തികളാണ് വിപണിയിൽ കൂടുതലായും ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 18 സെന്റിമീറ്റർ വരെ നീളമുള്ള വലിയ മത്തി വീണ്ടും ലഭിച്ചു തുടങ്ങിയതായി മത്സ്യവ്യാപാരികൾ പറയുന്നു. ഇത് മത്സ്യസമ്പത്ത് മെച്ചപ്പെടുന്നതിന്റെ സൂചനയാണെന്നും പ്രതീക്ഷയുണ്ടെന്നും ലഭ്യത വളരെ കുറവായതിനാൽ വിലയിൽ കുറവുണ്ടായിട്ടില്ല. സമുദ്ര താപനിലയിലെ വർധന, കാലാവസ്ഥാ വ്യതിയാനം, മത്സ്യക്കൂട്ടങ്ങളുടെ സഞ്ചാര രീതിയിലെ മാറ്റം എന്നിവയാണ് മത്തിയുടെ ലഭ്യതയെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളെന്നാണ് മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ട്രോളിംഗ് നിരോധന കാലം അവസാനിച്ചിട്ടും പ്രതീക്ഷിച്ച അളവിൽ മത്സ്യം ലഭിക്കാത്തതും വിപണിയിൽ ക്ഷാമത്തിനു കാരണമായിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്നതിൽ മുട്ടയുമുണ്ട്. എന്നാൽ വരും മാസങ്ങളിൽ വലിയ ക്ഷാമത്തിലേക്ക് പോകുമെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കടൽ മത്സ്യം കൂടിയാണ് മത്തിയെന്ന പ്രത്യേകതയുമുണ്ട്. മത്തിക്കു പുറമെ മറ്റു മത്സ്യങ്ങൾക്കും വില കൂടുതലാണ്. മീനിന്റെ ലഭ്യത കുറവും വില കൂടുതലും കാരണം ആളുകൾ ചിക്കനിലേക്ക് തിരിയുന്ന സാഹചര്യത്തിൽ ചിക്കൻ വിലയും കുതിച്ചുയരുകയാണ്. നിലവിൽ കോഴിക്ക് കിലോയ്ക്ക് 180 മുതൽ 190 രൂപ വരെയാണ് വിപണി വില. കോഴിത്തീറ്റയുടെ വില തുടർച്ചയായി ഉയരുന്നതാണ് പ്രധാന കാരണം. ഒരു മാസത്തിനിടെ 450 രൂപയോളം തീറ്റയ്ക്കു വർദ്ധിച്ചു. കോഴിയിറച്ചിക്ക് 280 രൂപയാണ് വില. കർഷകർക്ക് ഒരു കോഴിക്ക് കിട്ടുന്നത് 165 രൂപയും. കോഴിക്കുഞ്ഞിന്റെ വില 40 രൂപയായും ഉയർന്നിട്ടുണ്ട്. ഫാമുകളിലെ ഉൽപാദനം കുറഞ്ഞതോടെ കോഴിക്കുഞ്ഞുങ്ങളുടെ ലഭ്യതയും കുറഞ്ഞിട്ടുണ്ട്. ചാന്ദ്രദിനത്തിൽ കുട്ടികൾ ക്ലാസ് എടുക്കും. കണ്ണൂർ ജൂലൈ 21 ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഏകദിന പരിശീലന ക്ലാസ് സയൻസ് പാർക്കിൽ നടന്നു.
ശാസ്ത്ര സാഹിത്യ പരിഷത്തും ജില്ലാ പഞ്ചായത്തും സയൻസ് പാർക്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ജയശ്രീ PV അധ്യക്ഷത വഹിച്ചു. സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളോത്ത് സ്വാഗതവും പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് കോയിപ്ര നന്ദിയും പറഞ്ഞു. പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് OM ശങ്കരൻ മുഖ്യാതിഥിയായി. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുധീർ KC, സയൻസ് ക്ലബ് സെക്രട്ടറി G പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ വിഷയസമിതി കൺവീനർ PV പ്രസാദ് ആമുഖ അവതരണം നടത്തി. ശാസ്ത്രബോധ വിഷയസമിതി കൺവീനർ KP പ്രദീപ് കുമാർ വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ബഹിരാകാശ ഗവേഷണങ്ങൾ, ഏറ്റവും പുതിയ ആനുകാലിക ബഹിരാകാശ വാർത്തകൾ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പ്രത്യേക പ്രസന്റേഷൻ വഴിയാണ് ക്ലാസുകൾ നയിച്ചത്. പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ ജൂലൈ 21 ചാന്ദ്രദിനത്തിൽ അതത് വിദ്യാലയങ്ങളിലെ മറ്റ് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനായും ക്ലാസുകൾ കൈകാര്യം ചെയ്യും. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഈ പരിശീലന ക്ലാസ്സിൽ പങ്കാളികളായി. പോളി പ്രവേശനം കൗൺസിലിംഗ് ജൂലൈ 15 മുതൽ. കണ്ണൂർ ജില്ലയിലെ സർക്കാർ IHRD സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലെ 1ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിനായുള്ള ജില്ലാതല കൗൺസിലിംഗ് ജൂലൈ 15, 16, 17 തീയതികളിൽ കണ്ണൂർ തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടക്കും. കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർ ജൂലൈ 13 വരെ അഡ്മിഷൻ പോർട്ടലിൽ ഓൺലൈനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അപേക്ഷകർക്ക് അനുവദിച്ചിട്ടുള്ള റാങ്ക് പരിധി അനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്ന തീയതിയിലും സമയത്തും രക്ഷിതാക്കൾക്കൊപ്പം കൗൺസിലിംഗിൽ പങ്കെടുക്കണം. ജൂലൈ 15 സ്ട്രീം 1 റാങ്ക് 1 മുതൽ 7000 വരെ ഉള്ളവർ രാവിലെ 9 മുതൽ 10 വരെ, റാങ്ക് 7001 മുതൽ 12000 വരെ ഉള്ളവർ രാവിലെ 10:30 മുതൽ 11:30 വരെ, റാങ്ക് 12001 മുതൽ 15000 വരെ ഉള്ളവർ ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 വരെ ഹാജരാകണം. ജൂലൈ 16 സ്ട്രീം 1 റാങ്ക് 15001 മുതൽ 21000 വരെ ഉള്ളവർ രാവിലെ 9 മുതൽ 10 വരെ, റാങ്ക് 21001 മുതൽ 26000 വരെ ഉള്ളവർ രാവിലെ 10:30 മുതൽ 11:30 വരെ, റാങ്ക് 26001 മുതൽ 30000 വരെ ഉള്ളവർ ഉച്ചയ്ക്ക് 12 മുതൽ 1 വരെ ഹാജരാകണം. ജൂലൈ 17 സ്ട്രീം 1 റാങ്ക് 30000 മുകളിലുള്ളവർ രാവിലെ 9 മുതൽ 10 വരെ കൗൺസിലിംഗിൽ പങ്കെടുക്കണം. സ്ട്രീം 2 പയ്യന്നൂർ വനിതാ പോളിടെക്നിക് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ബ്രാഞ്ചിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാവരും രാവിലെ 11 മുതൽ 12 വരെ. കൗൺസിലിംഗിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ സ്ലിപ്പ്, SSLC തത്തുല്യ പരീക്ഷയുടെ അസൽ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും ഹാജരാക്കണം. കൂടാതെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങൾ, OEC, പട്ടികജാതി പട്ടികവർഗം, EWS, ഫീസ് ആനുകൂല്യം എന്നിവയ്ക്ക് അർഹതയുള്ളവർ ബന്ധപ്പെട്ട അസൽ സർട്ടിഫിക്കറ്റുകളും വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഭിന്നശേഷിക്കാർ അസൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനോടൊപ്പം മെഡിക്കൽ ബോർഡ് നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം. ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾക്കും മറ്റും വിശദാംശങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ 9946484890, 9744340666, 9497648738. സംരംഭകർക്ക് ഓൺലൈൻ വഴി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിശീലനം ആരംഭിച്ചു. സംരംഭകർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, കുടുംബശ്രീ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി വിപണനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഏകദിന പരിശീലനം ആരംഭിച്ചു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുത്തൽ, ആമസോൺ പോലുള്ള രജിസ്ട്രേഷൻ, സർക്കാർ സംവിധാനമായ ജെം രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശീലനം. ഫേസ്ബുക്ക് വഴി മാർക്കറ്റിംഗ് പ്രചരണത്തിന് പുറമെ പണവും സമ്പാദിക്കാം. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷനും ചേർന്നാണ് പരിശീലനം നൽകുന്നത്. APJ ലൈബ്രറി ഹാളിൽ നടന്ന പരിശീലനത്തിൽ P. വൈഷ്ണവ്, PK ബൈജു എന്നിവർ ക്ലാസ് എടുത്തു. VK അഷ്യാന അഷ്റഫ് സംസാരിച്ചു. ക്ലാസുകൾ ഇനിയും തുടരും. അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷന് ഫോൺ 944 73 72 316. താനൊരു വർഗീയവാദിയല്ല, കേരള റിപ്പോർട്ടറെ അധിക്ഷേപിച്ച് G. സുധാകരൻ. കൈരളി ന്യൂസ് മാധ്യമപ്രവർത്തകനെതിരെ അധിക്ഷേപവുമായി G. സുധാകരൻ MLA. കൈരളി ന്യൂസിലെ ന്യൂസ് എഡിറ്റർ ഷാജഹാനെ വർഗീയവാദിയെന്ന് വിളിച്ചാണ് സുധാകരൻ അധിക്ഷേപിച്ചത്. മറ്റ് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ചായിരുന്നു G. സുധാകരൻ്റെ ആക്രോശം. മുൻ MLA H. സലാമുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നതോടെയാണ് സുധാകരൻ റിപ്പോർട്ടറെ അധിക്ഷേപിച്ചത്. താൻ പോടോ, പോയി വല്ല പണിയും നോക്കണോ,
താൻ കൈരളിയിൽ വരുന്നതിന് മുമ്പ് വർഗീയവാദിയല്ലായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളുമായാണ് സുധാകരൻ ആക്രോശിച്ചത്. എച്ച് സലാമിന് വിവരമുണ്ടോ എന്നും സുധാകരൻ വീണ്ടും ആക്ഷേപിച്ചു. ജി സുധാകരനെതിരെ അഴിമതി ആരോപണവുമായി എച്ച് സലാം നേരത്തെ രംഗത്തെത്തിയിരുന്നു. അതേസമയം മെഡിക്കൽ കോളേജുകളിൽ നടത്തുന്ന ഭക്ഷണ വിതരണത്തെ അപഹസിച്ചതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെ നിലപാടിൽ നിന്ന് സുധാകരൻ മലക്കം മറിഞ്ഞു. ഭക്ഷണം മെഡിക്കൽ കോളേജുകൾക്ക് പുറത്ത് കൊടുക്കണമെന്നാണ് മാത്രമാണ് പറഞ്ഞതെന്നും ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു പുതിയ വാദം. ജില്ലാതല ക്വിസ് മത്സരം ആദിദേവ് കാർത്തിക് വിജയികൾ. ദേശീയ വായനാ സന്ദേശത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്, PN പണിക്കർ ഫൗണ്ടേഷൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്വിസ് മത്സരത്തിൽ ആദിദേവ് PK, AKG HSS കരടുശ്ശേരി, കാർത്തിക് P, കൂടാളി HSS എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. കണ്ണൂർ ഗവൺമെൻറ് TTI ഫോർ മെനിൽ നടന്ന പരിപാടി ടിഒ മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ വൈസ് ചെയർമാൻ KH ജോൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം മുഖ്യ അതിഥിയായി. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജി ജോൺ വായനാ സന്ദേശം നൽകി. C സുനിൽകുമാർ, രാജഗോപാൽ, CB പവിത്രൻ കോതേരി, K സരള ടീച്ചർ, സജീവൻ, PK KV രാഘവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കിഴുത്തള്ളി ഓവുപാലം റോഡ് ഗതാഗത യോഗ്യമാക്കി. തകർന്ന കിഴുത്തള്ളി ഓവുപാലം റോഡ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കി. കഴിഞ്ഞ ദിവസം റോഡ് സന്ദർശിച്ച ടിഒ മോഹൻ MLA എത്രയും പെട്ടെന്ന് റോഡ് യാത്രാ യോഗ്യമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ശനിയാഴ്ച തന്നെയാണ് റോഡിൽ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തി യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടത്. റെയിൽവേയുടെ അനുമതി ലഭിച്ചാലുടൻ തന്നെ റോഡ് ടാർ ചെയ്ത് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുമെന്ന് MLA അറിയിച്ചു. ടിഒ മോഹൻ MLAയുടെ ഓഫീസ് ഉദ്ഘാടനം തിങ്കളാഴ്ച. അഡ്വക്കേറ്റ് ടിഒ മോഹൻ MLAയുടെ ഓഫീസ് ഉദ്ഘാടനം 13-ന് രാവിലെ 10 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിന് സമീപം SPCA ബിൽഡിങ്ങിൽ KC വേണുഗോപാൽ MP നിർവഹിക്കും. തുടർന്ന് IMA ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, K സുധാകരൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ഡെപ്യൂട്ടി മേയർ KP താഹിർ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK റസീന തുടങ്ങിയവർ സംസാരിക്കും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.